എവ്രിവൺ. ഇന്നത്തെ ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എനിക്കൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്ലാന്റിൻ്റെ പേരെന്താണെന്നറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിങ്ങനത്തെ ഒരു ചെടിച്ചട്ടിയിലാണ് ഇത് നട്ടു വെക്കണത്. നമ്മളുടെ വീടിനുള്ളിൽ തന്നെ വെക്കാനായിട്ടാണിത്. അപ്പം ഞാനതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈവനിങ് ഒക്കെ അല്ലേ, വിഷമൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കപ്പ് കേക്കൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടെറസിൽ പോയിട്ട് നോക്കിയപ്പോഴാണ് സ്കൈയുടെ വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഷോപ്പിലും കൂടെ പോകേണ്ട ഒരു ആവശ്യമുള്ളത് കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ബേക്കറിയിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പോയി. അപ്പം ഈ ഒരു ചോളം പുട്ടുകടി ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബസ്മതി റൈസും എടുത്തു. പിന്നെ ഈ ഒരു നൂഡിൽസ് ട്രൈ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു നൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു മീറ്റ് റോളൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാം ഒന്ന് കവറിൽ നിന്ന് എടുത്ത് മാറ്റിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലെല്ലാം ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ എല്ലാം അങ്ങ് എടുത്ത് അങ്ങോട്ടത്തേക്ക് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു പലഹാരത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതിനുശേഷം ഞാൻ ഓർത്തൊരു കുട്ടി ജേർണലിങ് വീഡിയോയും കൂടെ ചെയ്താലോ എന്ന്. ഒരു പിങ്ക് കളർ തീമിൽ വരുന്ന ജേർണലിംഗാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പം ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സപ്ലൈസൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഈവനിങ് വ്ലോഗ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഞാൻ പുതിയതായിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.